നമസ്കാരം. നാം പലതരത്തിലുള്ള സ്വപ്നങ്ങൾ ജീവിതത്തിൽ കാണുന്നു. സ്വപ്നങ്ങൾ നമ്മളിലെ ഭയത്തെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു എന്ന് മനഃശാസ്ത്രത്തിൽ പറയുന്നു. എന്നാൽ എല്ലാ സ്വപ്നങ്ങൾക്കും എന്തെങ്കിലും ഒരു നിഗൂഢമായ അർത്ഥവും ഉണ്ടാകും എന്ന് ലോകത്തിലെ ഒട്ടുമിക്ക സംസ്കാരങ്ങളും വിശ്വസിക്കുന്നു. സ്വപ്നങ്ങൾക്കതിനാൽ പല സമൂഹങ്ങളും വലിയ സ്ഥാനം നൽകിയിരിക്കുന്നു. പ്രാചീന റോമിലും ഗ്രീസിലും ഈജിപ്തിലും ഇന്ത്യയിലും സ്വപ്നങ്ങൾ ദൈവങ്ങളുടെ സന്ദേശങ്ങളാണ് എന്നാണ് കരുതപ്പെടുന്നത്. സ്വപ്നങ്ങളെക്കുറിച്ച് ആധുനിക മനഃശാസ്ത്രം പറയുന്നത് നമ്മുടെ മനസ്സിന്റെ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളുടെ നിശബ്ദമായ ആവിഷ്കാരമാണ് സ്വപ്നങ്ങൾ എന്നാണ് പറയുന്നത്. രാത്രി കാണുന്ന സ്വപ്നങ്ങളെ ആധുനിക മനഃശാസ്ത്രം മാത്രമല്ല, പൗരാണിക ആചാര്യന്മാർ തന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു രാത്രി പല സ്വപ്നങ്ങളും കാണും, എന്നാൽ മിക്കതും നാം മറന്നു പോകും. എന്നാൽ സ്വപ്നങ്ങൾ ചില സന്ദേശങ്ങൾ തരുന്നുണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു. സ്വപ്നശാസ്ത്രപ്രകാരം ചില സ്വപ്നങ്ങൾ ആപത്തും മരണത്തെയും സൂചിപ്പിക്കുന്നവയാകുന്നു. എന്നാൽ ഇത്തരം സ്വപ്നങ്ങൾ സൂചന മാത്രമാണ് നൽകുന്നത്. അങ്ങനെ സംഭവിക്കണം എന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിൽ സ്വപ്നം കണ്ടാൽ മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുന്നതും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു. മരണം സൂചിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഛർദിക്കുന്നു. സ്വപ്നത്തിൽ സ്വർണം, വെള്ളി എന്നീ ലോഹങ്ങൾ നാം ഛർദിക്കുന്നതായി സ്വപ്നം കാണുന്നത് ദോഷമാകുന്നു. ഇത്തരത്തിൽ സ്വപ്നം കണ്ടാൽ അത് അശുഭകരമാകുന്നു. ഇത് അപകടത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്ന സ്വപ്നമാണ്. ഇത്തരം സ്വപ്നം കാണുന്നവർ 10 മാസത്തിനകം മരണപ്പെടും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൂടാതെ ഇത്തരം സ്വപ്നം നാം തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നും ഈ പാതയിൽ സഞ്ചരിച്ചാൽ ആപത്ത് സംഭവിക്കും എന്ന സൂചനയുമാകുന്നു. അതിനാൽ നാം എന്തെങ്കിലും ജീവിതത്തിൽ വ്യത്യസ്തമായി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തേണ്ടതാണ്. ഇത്തരം സ്വപ്നം നിങ്ങൾക്ക് മരണഭയം തരുന്നുണ്ടെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുന്നതും എല്ലാ മാസവും നിങ്ങളുടെ നക്ഷത്രത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. സാധിച്ചാൽ മൃത്യുഞ്ജയ ഹോമവും നടത്തുന്നത് ഉത്തമമാകുന്നു. പാദങ്ങൾ. സ്വപ്നത്തിൽ നമ്മുടെ ശരീരഭാഗങ്ങൾ സ്വപ്നം കാണുവാൻ ചിലർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ സ്വന്തം പാദങ്ങൾ അല്ലെങ്കിൽ പാദങ്ങൾ അഴുക്കുപിടിച്ച് വൃത്തിയില്ലാതെ സ്വപ്നം കാണുന്നത് ദുസൂചനയാകുന്നു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്നത് അപകടത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്നു. ഇങ്ങനെ സ്വപ്നം കാണുന്നവർ 10 മാസത്തിനുള്ളിൽ മരണപ്പെടും എന്ന വിശ്വാസമുണ്ട്. എന്നാൽ ഇത്തരം സ്വപ്നം കാണുന്നത് എന്തെങ്കിലും ആരോഗ്യപ്രശ്നം ഒരു വ്യക്തിക്ക് വരുവാൻ പോകുന്നതിൻ്റെ സൂചനയാണ് എന്നും അതിനാൽ ഇത്തരം സ്വപ്നം കാണുന്നവർ സ്വന്തം ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ഇങ്ങനെ സ്വപ്നം കാണുന്നവർ ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനം നടത്തുകയും നിത്യവും മഹാമൃത്യുഞ്ജയ മന്ത്രം 108 തവണ ഉരുവിടുന്നതും ഉത്തമമാകുന്നു. ഇത്തരം സ്വപ്നം ആപത്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് സാരം. മൂങ്ങ. മൂങ്ങയെ സ്വപ്നം കാണുന്നത് ജീവിതം മറ്റൊരു തരത്തിൽ മാറുവാൻ പോകുന്നതിൻ്റെ സൂചനയായി കരുതപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉടനെ ഒരു മാറ്റം സംഭവിക്കും എന്നാണ് മൂങ്ങയെ സ്വപ്നം കാണുന്നതിൻ്റെ ഫലം. എന്നാൽ ഒഴിഞ്ഞ ഒരു ഗ്രാമത്തിൽ അഥവാ പ്രദേശത്ത് മൂങ്ങ ഇരിക്കുന്നതായി സ്വപ്നം കാണുന്നത് ദോഷമാണ്. ഇത് വലിയ ആപത്തിനെയും മരണത്തെയും സൂചിപ്പിക്കുന്നു. ഇത്തരം സ്വപ്നം കാണുന്നവർ അടുത്തു മരിക്കുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നും പ്രതീക്ഷിക്കാം. ഈ സ്വപ്നം കാണുന്നവർ മഹാമൃത്യുഞ്ജയ ഹോമം സ്വന്തം പേരിൽ നടത്തുന്നതും നിത്യവും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാകുന്നു. കരടി, കുരങ്ങൻ. സ്വപ്നത്തിൽ മൃഗങ്ങളെ ചിലർ സ്വപ്നം കാണുന്നു. എന്നാൽ ഒരു കരടി അല്ലെങ്കിൽ കുരങ്ങൻ നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നത് സ്വപ്നം കാണുന്നത് അശുഭകരമാണ്.
ഇത്തരം സ്വപ്നങ്ങൾ ആപത്തിനെയും മരണത്തെയും സൂചിപ്പിക്കുന്നവയാകുന്നു. ഇങ്ങനെ സ്വപ്നം കാണുന്നവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത എന്തോ ആപത്ത് വന്നു ചേരുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതിനാൽ ഇത്തരം സ്വപ്നം കാണുന്നവർ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതാണ്. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. കറുത്ത വസ്ത്രം. സ്വപ്നത്തിൽ നാം കറുത്ത വസ്ത്രം ധരിക്കുന്നതായും കേൾവിശക്തി ഇല്ലാതെ വരുന്നതായും അല്ലെങ്കിൽ കൽക്കരിയിൽ നാം മുങ്ങുന്നതായും സ്വപ്നം കാണുന്നത് വളരെ അശുഭകരമാണ്. ഇത്തരം സ്വപ്നങ്ങൾ മരണത്തെയും വലിയ ആപത്തിനെയും സൂചിപ്പിക്കുന്നു. അതിനാൽ ഇത്തരം സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തി ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. കൂടാതെ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. നഗ്നരായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത് സ്വപ്നം കാണുന്നത് അപകടത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്നു. ഇങ്ങനെ സ്വപ്നം കാണുന്നവർ 3 മാസത്തിൽ മരിക്കും എന്നാണ് പറയുക. എന്നാൽ ഇത്തരം സ്വപ്നങ്ങൾ നാം ചെയ്യുന്ന കർമ്മങ്ങൾ തെറ്റാണ് എന്നും അതിനാൽ മുൻപോട്ടു പോകുമ്പോൾ ആപത്തും അപായവും വന്നു ചേരുന്നു എന്നും കരുതാവുന്നതാണ്. ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നവർ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും എന്തെങ്കിലും ചെറിയ വഴിപാട് നടത്തുന്നതും ഉത്തമമാണ്. മരിച്ചവർ. ഒരാളുടെ മരണം അടുക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുവിന്റെ മരണം അടുക്കുമ്പോൾ നമ്മുടെ മരിച്ച ബന്ധുക്കളെ സ്വപ്നം കാണുന്നത് പതിവാകുന്നു. മരിച്ച വ്യക്തികൾ നമ്മളെ സ്വപ്നത്തിൽ അടുത്തു വന്ന് നോക്കി നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ 1 വർഷത്തിനകം മരണം സംഭവിക്കും എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇത് നാം പിതൃദോഷത്താലും കാണുന്ന കാര്യമാകുന്നു. അതിനാൽ തിലകഹോമം ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് ഉത്തമമാണ്. ഈ സ്വപ്നങ്ങൾ അപകടത്തെയും അപായത്തെയും സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ്. മേൽപ്പറഞ്ഞ സ്വപ്നങ്ങൾ മരണത്തെ തന്നെ സൂചിപ്പിക്കണം എന്നില്ല. മറിച്ച് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തെക്കുറിച്ചും നാം തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു, അതിനാൽ ആപത്ത് വന്നു ചേരും എന്ന സൂചനയും ആകാവുന്നതാണ്. അതിനാൽ ഇത്തരം സ്വപ്നത്തെ ഭയക്കുന്നത് ഉചിതമല്ല. ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നതിലൂടെ സ്വന്തം തീരുമാനങ്ങൾ പുനർപരിശോധിക്കുന്നത് ഉചിതമാകുന്നു. മരണത്തിനു മുൻപ് പരമശിവൻ നൽകുന്ന സൂചനകളെക്കുറിച്ചും മരണം സ്വപ്നം കണ്ടാലുള്ള ഫലങ്ങളെക്കുറിച്ചും മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.